ഹലോ ഗൈസ്, എല്ലാവർക്കും മേർജോന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റിയാക്ഷൻ വീഡിയോ ആണ്. ആടുജീവിതം ഒരു സൈഡിലൂടെ ഒരു ഇൻഡസ്ട്രി ലെവലിലുള്ള റിപ്പോർട്ട്സ് ഒക്കെ കിട്ടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് മറ്റൊരു അംഗത്തിനുള്ള പടയൊരുക്കം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 11-ാം തീയതി 3 മലയാള സിനിമകളാണ് ഒരു ക്ലാഷ് റിലീസിലൂടെ നേരിടാനായിട്ട് പോകുന്നത്. ആവേശം, വർഷങ്ങൾക്ക് ശേഷം, അതേ കണക്ക് ജയ് ഗണേഷ്. ഇപ്പോൾ ജയ് ഗണേഷ് ഉണ്ണിമുകുന്ദൻ നായകനായിട്ട് രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്യുന്ന ജയ് ഗണേഷ് എന്ന സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. പതിവ് പോലെ മാളികപ്പുറം എന്ന സിനിമ ഇറങ്ങിയതോടുകൂടി ജയ് ഗണേഷും ഒരു ഭക്തിപ്പടമായിരിക്കും എന്നുള്ള രീതിയിലുള്ള ട്രോളുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അപ്പം അതേ കണക്കൊരു ഭക്തിപ്പടമാണോ ജയ് ഗണേഷ് എന്ന് ഈ ഒരു ട്രെയിലർ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. നമുക്ക് ആ ഒരു ട്രെയിലർ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. എന്തായാലും 2 സെക്കൻഡ് 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ട്രെയിലറാണ് വന്നിരിക്കുന്നത്. എന്താണ് സംഭവം, ഇതൊരു ഭക്തിപ്പടമാണോ എന്നൊക്കെ നമുക്കൊന്ന് ട്രെയിലർ കാണുമ്പോഴത്തേക്ക് എന്തായാലും മനസ്സിലാവും, ഒരു ഐഡിയ കിട്ടും. റെഡി? ഇയാളാണോ വിറ്റ്നസ്? ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അവിടെ കണ്ട കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ എന്നും കാണുന്ന സ്വപ്നം എന്താണെന്നറിയോ? ജയ് ഗണേഷിന് വെള്ളത്തിൽ നിന്ന് കിട്ടിയതുപോലെ എനിക്ക് ഒരു സൂപ്പർ പവർ. ജയ് ഗണേഷിന് വെള്ളത്തിൽ നിന്ന് കിട്ടിയ ആ മുറിയിലെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇത് തന്നെയാണോ രാത്രി മുഴുവൻ പണി? രാവിലെ ഗ്രാഫിക് ഡിസൈനർ, രാത്രി പാർട്ട് ടൈം ഡിറ്റക്റ്റീവ്. ഇത് ശരിയാവില്ല. മോട്ടിവേഷൻ ഐറ്റം കൂടി ഉള്ളതാ. നീ ഇങ്ങനെ ആയത് ഒരു വിധിയാണെന്ന് വിചാരിക്കാം. എങ്ങനെയായിരുന്നു? ഇനി ജയ് ഗണേഷിന്റെ കഥയൊന്നുമില്ല. മോട്ടിവേഷൻ സംഭവങ്ങളും കൂടെ ഉള്ള രഞ്ജിത് ശങ്കർ അല്ലേ സംവിധായകൻ? അതല്ല, അയാളല്ല കള്ളൻ. അശോകൻ survive. We have an Indian superhero now. ജയ് ഗണേഷ് ഏപ്രിൽ 11. ഇത് നമ്മൾ ഉദ്ദേശിച്ച ജയ് ഗണേഷ് അല്ലടേ. നമ്മൾ വിചാരിച്ചത്, നമ്മളല്ല പലരും വിചാരിച്ചത് ഇതൊരു ഭക്തിപ്പടമാണെന്നുള്ള രീതിയിലാണ്. പലരും ട്രോൾസും കാര്യങ്ങളൊക്കെ ജയ് ഗണേഷ് എന്നുള്ളൊരു പേര് കേട്ടപ്പോൾ തന്നെ അതൊരു ഭക്തിപ്പടമാണെന്നുള്ള ഒരു വിചാരത്തിൽ കുറേ ട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ജയ് ഗണേഷ് എന്നുള്ളൊരു സംഭവം വരുന്ന ട്രെയിലറിന്റെ ലാസ്റ്റ് മാത്രമാണ്. എന്തായാലും ഇതൊരു മുഴുനീള ഭക്തിപ്പടമാകാനായിട്ടുള്ള സാധ്യതയില്ല. ത്രില്ലറും എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സൂപ്പർ ഹീറോ രീതിയിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലുള്ള ഒരു ചെറുപ്പക്കാരന്റെ കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രാവിലെ ഗ്രാഫിക്സ് ഡിസൈനർ, അതേപോലെ രാത്രി ഡിറ്റക്റ്റീവ് എന്ന രീതിയിൽ സമൂഹത്തിന് ഒരു സൂപ്പർ ഹീറോ ലെവലിലുള്ള നന്മകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. കൂടെ അദ്ദേഹത്തിന് ചില പോരായ്മകളും ഉണ്ട്. അത്തരത്തിലുള്ള ഒരു സ്റ്റോറി ആകാനായിട്ടാണ് ചാൻസ്. അപ്പം എന്തായാലും ഇതൊരു ഭക്തിപ്പടമല്ല, ഭക്തിപ്പടമാണെന്ന് വിചാരിച്ചിരുന്നവർക്ക് കിട്ടുന്ന ഒരു അടിയും കൂടെ ആയിരിക്കും ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടിടത്തോളം എനിക്ക് അതാണ് തോന്നുന്നത്. ഇനി സിനിമയ്ക്കകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. ഏപ്രിൽ 11-ാം തീയതി എന്തായാലും 3 പടങ്ങളും നല്ല പ്രതീക്ഷയുള്ള പടങ്ങളാണ്. വർഷങ്ങൾക്ക് ശേഷം ആയാലും ആവേശമായാലും, ആവേശത്തിന്റെ ട്രെയിലർ ഇനിയിപ്പോൾ റിലീസ് ആവാനായിട്ട് പോകുന്നേ ഉള്ളൂ. അതാണെങ്കിൽ ജയ് ഗണേഷും ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു എന്തോ ഒരു പ്രതീക്ഷ തോന്നുന്നുണ്ട് ഈ ഒരു ട്രെയിലർ കണ്ടതിന് ശേഷം. എനിക്കൊരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന രീതിയിൽ ഈ ഒരു സിനിമയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ആദ്യമേ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് നമ്മുടെ തമിഴിലെ ശിവകാർത്തികൻ നായകനായിട്ടുള്ള മാവീരൻ എന്ന സിനിമയില്ലേ, അത്തരത്തിലുള്ള ഒരു എന്തോ ഒരു കോൺസെപ്റ്റ് ആണെന്നാണ് ആദ്യം എനിക്ക് തോന്നിയത്. എന്തായാലും ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും അത്തരത്തിലുള്ള സാമ്യതകളൊന്നും ഇല്ല. ഒരു ഗ്രാഫിക് ഡിസൈനർ ആണെന്നത് ഒഴിച്ചാൽ അത്തരത്തിൽ മറ്റേതാണെങ്കിൽ കാർട്ടൂൺ ഡ്രോയിങ്, അതല്ലാതെ വലിയൊരു സാമ്യതകളൊന്നും ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഇപ്പൊ തോന്നുന്നില്ല. എന്തായാലും സിനിമ റിലീസ് ആവട്ടെ. എന്തായാലും ഉണ്ണിമുകുന്ദൻ നല്ലോണം പറ്റിച്ചു. ഭക്തിപ്പടമാണെന്നും പറഞ്ഞിട്ട് വേറെന്തോ ഒരു സാധനം, വേറെന്തോ ഒരു ഐറ്റം ഇറക്കി വിടാനായിട്ടുള്ള പ്ലാനിലാണ് പുള്ളി. എന്തായാലും മലയാള സിനിമയ്ക്ക് ഇപ്പൊ നല്ല കിഡിലൻ ടൈമാണ് കേട്ടോ. ആദ്യമേ മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ആടുജീവിതം, ഇപ്പൊ ഇനി അടുത്ത് അങ്ങോട്ട് ഈ പറഞ്ഞ 3 സിനിമകൾ കൂടാതെ തന്നെ ഒരുപാട് സിനിമകൾ ഇങ്ങനെ വരിവരിയായിട്ട് റിലീസിന് തയ്യാറായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു കിഡിലൻ ടൈമാണ് മോളിവുഡ് ഇൻഡസ്ട്രിക്ക്. അപ്പൊ എന്തായാലും എല്ലാത്തിനായിട്ടും കട്ട വെയിറ്റിംഗ്. ഓക്കെ, ജയ് ഗണേഷ് കണ്ടിട്ട് അഭിപ്രായം പറയാം.